നമസ്കാരം. തലസ്ഥാനത്തെ കരിമടം കോളനി അതിനകത്തെ ലഹരി വിൽപ്പനയെക്കുറിച്ച് ഇന്നിപ്പോ ഒരു ദൃശ്യം പ്രചരിക്കുന്ന കണ്ടു. കേരളത്തിലെ എക്സൈസ് വകുപ്പ് ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ട ഒരിടമാണ്. ഒരു കോളനി കേന്ദ്രീകരിച്ച് ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് സെൻസിറ്റീവ് ഏരിയയാണ്. ആ ഏരിയക്കകത്ത് കയറുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും തലസ്ഥാന നഗരത്തിലേക്ക് ലഹരി ഒഴുക്കുന്ന ഒരു സ്പോട്ടാണ് അത് എന്ന് കൃത്യമായിട്ട് തെളിയിക്കുന്ന ആ നാട്ടുകാരൻ്റെ ഒരു സോഷ്യൽ മീഡിയ ലൈവാണ് ചില ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട കാര്യം, ഇതിപ്പം കരിമടം കോളനിയാണ്. എൻ്റെ ബാഗ് കാണുന്ന സ്ഥലം ഇതാണ്. കരിമടം കോളനിക്ക് അകത്ത് കയറുന്ന സ്ഥലമാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് കഞ്ചാവിൻ്റെ വൻ മേഖല ഇതാണ്. കഞ്ചാവ് MDMA ഉള്ള ഉൾപ്പെടങ്ങൾ ഇവിടെയാണ് വിൽക്കുന്നത്. ഇതാ വരുന്നത് കഞ്ചാവ് വാങ്ങിച്ചിട്ട് പറഞ്ഞതാണ്. ദേവനാദിക്കോളി കാണിച്ചു തരാം. ഇതാണ് ആള്. ഇതിൽ വാങ്ങിച്ച സാധനം കാണിക്കും. വാങ്ങിച്ച സാധനം കാണിക്കാം. നിങ്ങളുടെ അവിടെ വാങ്ങിച്ച സാധനം കാണിക്കാ. ഇപ്പം ലിപ്പ് പിടിക്കും. വാങ്ങിച്ച ജടിക്കാന്നിട് സാധനം എടു സാധനം. പിന്നെ ഇവിടെ എവിടെ പോയത് നീ? ഞാൻ നമ്മളെ തടിയങ്കായില്ലേ, ആ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങനെ പോയി. എവിടെ ചോദിച്ചോക്ക്, വാ വന്നാ മതി, നീ ചോദിച്ചോക്ക്. അപ്പം തടിയങ്കായ കൊണ്ട് കൊടുത്തു. അപ്പൊ ഞാൻ നിൽക്കണോണ്ടാണ് ഇപ്പൊ ഞാനിപ്പോ സാധനം വാങ്ങിക്കാൻ വന്നത്. ഇവിടെ സ്ഥലം പറഞ്ഞുതരാം കറക്റ്റായിട്ട്. ഇത് നമ്മൾ അട്ടക്കുളങ്ങരയിൽ നിന്ന് കിള്ളിയപ്പാലത്തിന് പോകുന്ന വഴിയാണ്. ഇവിടെ കഞ്ചാവ് കച്ചവടം MDMA ലോഡ്ജായിട്ട് കൊടുക്കല്ലേ എത്ര കാലം കൊണ്ട്. ഇതായി കാരണം കുത്തോ സ്ട്രീറ്റ് കാരണം ഇതാണ്. ഈ കാണുന്ന ക്ഷേത്രം കണ്ട മഹാരാജ എന്ന് പറഞ്ഞൊരു കടമുണ്ട്. അതിനടുത്തോടുള്ള ഒരു വഴിയുണ്ട്. അതുകൊണ്ട് ഇവിടെ സർബത്ത് കട ഇതൊക്കെ ഉള്ളതിൻ്റെ അടുത്തോടുള്ള വലിയ വഴിയാണ് കയറി വരണത്. അപ്പോൾ ഇത് കയറി വരുമ്പോഴത്തേക്ക് ഒന്ന് രണ്ട് വീട്ടിലും കുറച്ച് പയ്യന്മാർക്കും ഇവിടെ കഞ്ചാവ് കച്ചവടം ഉണ്ട്. അപ്പം ഇപ്പോൾ കേരള പോലീസ് ഇപ്പം പല രീതിയിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പം ലഹരി മരുന്ന് പിടിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം ബിസിനസ് നടക്കുന്നത് കരിമടം കോളനിക്കകത്താണ്. ഇതൊരു ചാലഞ്ചായിട്ട് ഞാൻ കേരള പോലീസ് വണ്ടി വെക്കുകയാണ്. സ്ഥലം കരിമടം കോളനി, തിരുവനന്തപുരം പോർട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയാണ്. അപ്പോൾ ഇപ്പോൾ രണ്ടുപേന്മാർക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് അടിയും കൊടുത്ത് പറഞ്ഞു വിട്ടേ ഉള്ളൂ സാധനം വാങ്ങിക്കാൻ വന്നവരെ. ഇതൊക്കെ ഉമ്മരെ കഴിഞ്ഞാൽ ഇപ്പം തട്ടി കളഞ്ഞ സാധനം അതാ കിടക്കുന്നത്. ഇതെല്ലാം കഞ്ചാവുകളാണ്. ഇതുകൊണ്ട് ഇവിടെ കിടക്കണമെല്ലാം ഇതെല്ലാം കഞ്ചാവാണ്. അപ്പോൾ ഇത് മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. കൊച്ചു സ്കൂൾ പിള്ളേർ ഉൾപ്പെടെ അവിടെ ഒന്ന് കഞ്ചാവ് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. സ്ഥലം ഇതാണ്. അതിൻ്റെ ബാക്കി കാണുന്ന ഏരിയ. ഇവിടെ നടന്നു വരുമ്പോൾ തന്നെ ആൾക്കാർ സാധനത്തിന് വേണ്ടി വെളിയിറങ്ങി വന്ന് നിൽക്കും. അപ്പോൾ 2 കൊല്ലത്തിന് മുമ്പ് നമ്മളൊരു പയ്യ ഇതേപോലെ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കഞ്ചാവ് മാഫിയകൾ ചെയ്യുന്ന ഒരുത്തിന് 18 വയസ്സൊരു പയ്യനെ നെഞ്ചി കുത്തി കൊലപ്പെടുത്തിയത് നിങ്ങളെല്ലാം വാർത്തയിലും കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് മാക്സിമം ഇവിടുത്തെ കേരള പോലീസ് ശ്രദ്ധയപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണത്. ഓപ്പോസിറ്റുള്ളത് ചാല കുത്തോർ സ്ട്രീറ്റിലേക്ക് കയറുന്ന ക്ഷേത്രമാണ്. ഇതോ കാണുന്ന ക്ഷേത്രം അട്ടക്കുളങ്ങര എന്ന് പറഞ്ഞ വഴിയാണ്. മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതാണ്. പോലീസിന്റെ കൃത്യമായിട്ടുള്ള പട്രോളിങ്ങും അല്ലെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള മോണിറ്ററിങ്ങും ഉണ്ടാകണം. കാര്യം ഇത്തരം ഇടങ്ങളെയെല്ലാം സജീവമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നിടത്താണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്നത്. ലഹരി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ആൾക്കാരെ പിടിച്ചാൽ പോരല്ലോ, ഇതിൻ്റെ വിൽപ്പന കേന്ദ്രങ്ങൾ തന്നെയാണ് ഇല്ലാതാക്കേണ്ടത്. ആ നിലയ്ക്ക് ഈ കരിമടം കോളനി കേന്ദ്രീകരിച്ച് ഈ ഒരു വ്യക്തി പുറത്തേക്ക് വിട്ടിരിക്കുന്ന ഈ ദൃശ്യത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പരിശോധന. കാര്യം നമ്മുടെ നാട്ടിൽ ചില എക്സൈസ് ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെല്ലാം അവരെ ഈ സ്വാധീനിക്കപ്പെടാറുണ്ട് എന്നുള്ളൊരു ആക്ഷേപം ശക്തമാണ്. കാര്യം തിരുവനന്തപുരം നഗരത്തിൽ നിരവധി പേർക്ക് അവിടെ ചെല്ലാം വാങ്ങാം എന്നുള്ള അവസ്ഥയുണ്ടെങ്കിൽ അത് വിൽപ്പന നടത്തുന്നവരെയെല്ലാം ആണല്ലോ ആദ്യമേ ലോക്ക് ചെയ്യേണ്ടത്. ഇതിനെ സംബന്ധിച്ച് പോലീസുകാർക്കോ അല്ലെങ്കിൽ എക്സൈസിനോ അറിയാത്ത കാര്യമാണോ? എന്തായാലും ആ പരിസരവാസികൾ തന്നെ ഈ പ്രദേശത്ത് ഇത്തരം വിൽപ്പന കേന്ദ്രങ്ങളുണ്ട്, നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെടുമ്പോൾ അവിടെ ബന്ധപ്പെട്ട അധികൃതർ കൃത്യമായിട്ടുള്ള ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പരിശോധനകൾ ശക്തമാക്കേണ്ടതുണ്ട്. പട്രോളിംഗ് കൂടുതലാക്കിയാൽ മാത്രമേ അത്തരം ഇടങ്ങളിൽ നിന്നെല്ലാം ഈ വിൽപ്പനയെ അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ. ഒരു തലമുറയെ നശിപ്പിക്കുന്ന ഇടങ്ങളാണ്. അങ്ങനെ ഈ നിയമവിരുദ്ധമായിട്ടുള്ള ലഹരികളെല്ലാം ആ പ്രദേശത്ത് കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ അതിന് ഇനി അനുവദിച്ചു കൊടുക്കുന്നത് ഈ നാട്ടിലെ ചില സംവിധാനങ്ങൾ ചിലർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ള സംശയങ്ങൾ ബലപ്പെടുത്തും. അതുകൊണ്ട് തന്നെയാണ് കരിമടം കോളനി കേന്ദ്രീകരിച്ച് ഞെട്ടിക്കുന്ന ഇത്തരം ഒരു ലഹരി വിൽപ്പന കേന്ദ്രത്തെക്കുറിച്ച് അവിടുത്തെ പൊതുജനങ്ങൾ തന്നെ പുറത്തേക്ക് വിവരങ്ങൾ വിടുമ്പോൾ അതിന് നേരെ കണ്ണടയ്ക്കുകയല്ല ഈ നാട്ടിലെ ലഹരി അമർച്ച ചെയ്യുന്ന വിഭാഗങ്ങൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ ചെയ്യേണ്ടത്.
കൃത്യമായിട്ടുള്ള ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അങ്ങനെ ഒരു വിൽപ്പന കേന്ദ്രമുണ്ടെങ്കിൽ അതിനെ അവസാനിപ്പിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം കാണിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്.